ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്നോടെ തെറ്റിച്ചു, ഞാൻ തെറ്റിച്ചു. ഗുഡ് മോർണിംഗ്. പോർവിരാബ് മൊണാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പശു കരഞ്ഞു. നടവരമ്പത്ത് തങ്കമ്മ തോർത്തുണക്കാനിട്ടപ്പോൾ ഇന്ന് ക്രിസ്ത്യൻ രാജ്യമായ അർമേനിയയില് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ടെമ്പിളിന്റെ മുന്നിലാണ്. സുവേ സുവനലാല സുവാനലാല സുവാന പാടി വന്ന സോമലോല. ഞാൻ അവരെ പോലെ ഒരുങ്ങാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊരു ചമ്മൽ. ഈ ജയില് കണ്ടാലുണ്ടല്ലോ ശരിക്കും നമ്മള് പേടിക്കുന്നതാണ് കാർത്തിക് നമ്മളോട് പറഞ്ഞത്. അപ്പൊ കാർത്തിക് വരുന്നില്ലേ? അയ്യോ ഇരുട്ടാണല്ലോ. ഇനി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതവരുടെ സർപ്രൈസ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്നോടെ തെറ്റിച്ചു, ഞാൻ തെറ്റിച്ചു. ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഇന്ന് 3ാമത്തെ ദിവസം അർമേനിയാണ്. നമ്മളിപ്പോ എയർപോർട്ടിലോട്ട് തിരിച്ചു വന്നു. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന എരവാനിലെ ഹോട്ടലിൽ നിന്ന് നമ്മള് എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് റെന്റേ കാർ എടുക്കാനാണ്. സിറ്റിന്ന് റെന്റേ കാർ എടുത്തു കഴിഞ്ഞാൽ പൈസ കൂടുതലാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് വിത്ത് ഫ്രണ്ട് കാർത്തിക് ആയിരിക്കും. കാർത്തിക്കാണ് ഞങ്ങൾ ഇനി എല്ലാ അർമേനിയയുടെ ഗ്രാമപ്രദേശങ്ങൾ കൊണ്ടു നടന്ന് കാണിക്കാൻ പോകുന്നത്. റെന്റേ കാർ വന്നു, കൂരാക്കൂരിട്ടാണ്. നമ്മള് ഡിസ്കവറി കാർ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് കേട്ടോ കാർ ബുക്ക് ചെയ്തത്. കാർത്തിക് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെടുത്ത റെന്റേ കാർ ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങള് ഇതിന്റെ ഡോക്യുമെന്റേഷൻ പരിപാടികൾ, ഇതിനെന്തെങ്കിലും തട്ടൽ മുട്ടൽ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോന്നൊക്കെ ഉള്ളതൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. നമ്മൾ വണ്ടി എടുത്തത് ഫുൾ കവറേജോട് കൂടി 963 ദിർഹംസാണ് വന്നേക്കുന്നത്. ഫുൾ കവറേജോട് കൂടി 6 ഡേയ്സിന്. അപ്പൊ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഓൺ ദ വേയിൽ ഒരു സ്ഥലം കണ്ടു. പെട്രോൾ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഫുഡ് കോർട്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. സ്പാഗറ്റി ആൻഡ് ചിക്കൻ. അബദ്ധത്തിൽ ഓർഡർ ചെയ്ത ചോറാണ് അതിൽ കിടക്കുന്നത്. താങ്ക് യു. കാർത്തിക്കിന്റെ വലിയ ചോറ് തന്നെ കാലത്ത് കിട്ടിയ പാകം ഷോക്ക് അടിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങളുടെ ഡ്രൈവർക്ക് മൂരി നിവർത്താൻ വേണ്ടി ചാരൻ സാർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. ഇത് മൂരിയല്ല, ഞങ്ങളുടെ കാർത്തി. ഇങ്ങനെയാണ് അർമേനിയൻ ഭാഷയിൽ ചാരൻ സാർച്ച് എന്ന് എഴുതുന്നത്. നടവരമ്പത്ത് തങ്കമ്മ തോർത്തുണക്കാനിട്ടപ്പോൾ തോർത്തുണക്കാനിട്ടതല്ല, ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗണ്ട് അററാത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും. നിങ്ങളിവിടെ അലക്കും കുളിയൊക്കെ ആയിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലമാണെന്ന് വിചാരിക്കരുത്. പാതയൊക്കെ ഉണ്ട്, പാത. ഞങ്ങളുടെ ഗൈഡ് കുരിശത്തറച്ച പോലെ നിൽക്കുന്നത് കണ്ടോ. ഇതാണ് ആ സംഭവം. ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്, ഡാൻസ് കളിക്കുകയല്ല. മൗണ്ട് അററാത്തിന്റെ ക്ലിയർ വ്യൂ കിട്ടുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുക മോഡൽ മഞ്ഞുണ്ട്. എനിക്ക് കാണുന്നില്ല, ഞാൻ കള്ളം പറയത്തില്ല. കാർത്തിക് ഏതോ ഒരു മല കാണിച്ചു തന്നിട്ട് അത് മൗണ്ട് അററാത്താന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. കുറേ മലയുണ്ട്, ഇതിൽ ഏത് മലയാണ് മൗണ്ട് അററാത്ത് എന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു എന്റർടൈൻമെന്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3, 2, 1. മലമേലെ തിരി വെച്ചു പെരിയാറിൻ. അവർക്ക് എന്റെ എന്റർടൈൻമെന്റ് ഇഷ്ടമായില്ല അത്ര. ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം എന്റർടൈൻമെന്റ് കാണിച്ചു. നമ്മളെല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കും. റെന്റേ കാർ എടുത്ത് പോകുമ്പോൾ ഉള്ള വേറൊരു മെച്ചാട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ലാവിഷാണല്ലോ. ഇവിടുത്തെ ബ്രെഡിന്റെ പേര് ലവാഷ്, നമുക്ക് ഉള്ളതെന്ന് ലാവിഷ് സമയം. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാം. കഴിഞ്ഞു, ലാവിഷൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അടുത്ത സ്പോട്ടാണ് ഗാർണി എന്ന് പറയുന്ന ഒരു തലയിൽ കളർ ചെയ്യുന്ന ഒരു സാധനം ഇല്ലേ, അത് ഗാർണിയർ. ഓക്കെ, ബൈ.
ഞങ്ങളങ്ങനെ ഗാർണി ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇങ്ങോട്ട് ഇവിടെ നല്ല തിരക്കാട്ടോ. കാരണം അർമേനിയയുടെ അടുത്ത്, അതായത് യെരവാൻ സിറ്റിയുടെ അടുത്താണല്ലോ ഇത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഡേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. 1500 ഡ്രാമാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ഞങ്ങൾ പേഴ്സ് എടുക്കാൻ മറന്നതുകൊണ്ട് കാർഡ് പേയ്മെൻറ്റ് ചെയ്തു. 3 ടിക്കറ്റ് കാർത്തിക് സ്വന്തമാക്കിയിരിക്കുന്നു, സുഹൃത്തുക്കളെ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. ബാ, ഞാനും വെള്ളം കുടിക്കട്ടെ. ഞങ്ങൾ അത് എത്തിയിട്ടോ. ഗാർണി ടെമ്പിളിന്റെ മുന്നിൽ കണ്ടോ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ? റോസാപ്പൂവിന്റെ ഒക്കെ വലിപ്പം കാണണം നിങ്ങൾ. ഇന്ന് ക്രിസ്ത്യൻ രാജ്യമായ അർമേനിയയിൽ നമ്മളിപ്പം നിൽക്കുന്നത് ഒരു ടെമ്പിളിന്റെ മുന്നിലാണ്, ഗാർണി ടെമ്പിൾ. ഈ ടെമ്പിൾ റോമൻ ഭരണകാലത്ത് ഉണ്ടായിരുന്ന അവശേഷിപ്പാണ്. പില്ലർ കണ്ടോ? ഇതുപോലെ 24 പില്ലറുണ്ട് ഈ ഒരു ടെമ്പിളിന് ചുറ്റും. അത് നമ്മുടെ 24 മണിക്കൂറുകളെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യദേവന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണിത്. നമുക്ക് ഈ അമ്പലത്തിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. വലിയ സ്റ്റെപ്പുകളാണ്. ഇതിങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് വേണം കയറാൻ. അടിപൊളി. ഏതൊരു ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും നമുക്ക് നമ്മളുടെ അവിടെ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല. ബാ കാണിച്ചു തരാം. ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഗാർണി ടെമ്പിൾ കഴിഞ്ഞു. ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരായി, പള്ളിപ്പെരുന്നാളല്ല, പൂരത്തിനുള്ള ആൾക്കാരായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. കം ഓൺ ഗൈസ്. അങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ടായ സിംഫണി ഓഫ് സ്റ്റോൺസിലെത്തി. നമ്മൾ 300 ഡ്രമ്മാണ് കേട്ടോ ഒരാൾക്ക്. നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ. പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്ന് ഒരു കുഞ്ഞു കുട്ടി ട്രെയിൻ ഒക്കെ ഉണ്ട്. നമ്മുടെ കുട്ടി ട്രെയിനാണ് ഇത്. ഈ കുട്ടി ട്രെയിനും കൊണ്ട് വേണം. അർമേനിയയിലെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അത്ഭുതമാണ് സിംഫണി ഓഫ് സ്റ്റോൺസ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ തന്നെ പറ. നോക്ക്, ഇത് കണ്ടോ? പാറയാണ്. ഇതുപോലെ പാറയും കൊണ്ടുണ്ടാക്കിയ പൈപ്പ് ലൈൻ പോലെ നല്ല അടിപൊളിയായിട്ട് നേച്ചറിൻ്റെ ഒരു വണ്ടറാണ് ഈ കാണുന്നത്. ഈ നേച്ചറിൻ്റെ വണ്ടർ കണ്ട് ഞങ്ങൾ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? ഹെക്സഗണൽ ഷേപ്പിലാണ് ഓരോ കല്ലും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്കൊരു സുവി സുവന്നലാല സ്റ്റൈലിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ കുതിരയുണ്ട്. സുവി സുവന്നലാല സുവാനലാല സുവാന പാടി വന്ന സോമലാല അസു അസു. അങ്ങനെ മഞ്ജു വാര്യർ സ്റ്റൈലിൽ പോകണമെങ്കിൽ ആ കുതിരേനെ എടുത്താൽ മതി. നമ്മളിപ്പം ലിൻഡ സ്റ്റൈലിലാണ് പോണത്. അതാണ് പയ്യെ നടക്കുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെയുള്ള ട്രെയിൻ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കയറി ഇരുന്ന് അങ്ങ് പോയി കൊടുത്താൽ മതി. ബൈ. എൻ്റെ പൊന്നേ, താഴെ ലൈക്ക് ഇനീഷ്യൽ പാർട്ട് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല തേനീച്ചക്കൂട് പോലെ ഇതിങ്ങനെ ഉണ്ടാവുമെന്ന്. കാർത്തിക് പൊള്ളി, നല്ല രസമുണ്ട് കാണാൻ. ഒരു കുഞ്ഞ് തോട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇളം കാറ്റിൽ തേങ്ങാക്കൊല ആടുന്നില്ല, പക്ഷെ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. ഓരോരുത്തർക്കും ഓരോ പ്ലേസിൽ വരാൻ ഓരോ കാരണങ്ങളാണല്ലോ. ഇപ്പോൾ അവിടെ നോക്കി ഫോട്ടോഷൂട്ട് നടക്കുന്നത്, നമ്മുടെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് എന്തോ ഒരു ഫോട്ടോഷൂട്ട് നടക്കും കേട്ടോ. ഇവിടെ നിന്നാൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അവരെ പോലെ ഒരുങ്ങാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊരു ചമ്മൽ. എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? അടുപ്പിൻ്റെ കീഴെ വിറകടിക്ക് വെച്ചേക്കുന്നത് പോലെ നോക്കിക്ക്. എന്ത് കൃത്യനിഷ്ഠതയോടുകൂടെയും കൃത്യതയും വ്യക്തതയോടും കൂടെയാണ് ആ കല്ലുകളൊക്കെ വെച്ചേക്കുന്നതെന്ന്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അടുത്ത സ്ഥലം പിടിക്കാം നമുക്ക്. കോർവിരാബ് മൊണാസ്ട്രിയിലേക്ക് പോകുന്ന വഴി ഒരു കൂൾ സ്പോട്ട് കണ്ട് വണ്ടി നിർത്തിയതാട്ടോ. ഈ സ്പോട്ട് എങ്ങനെ, കൂളാണോ? ഞങ്ങളങ്ങനെ കോർവിറാപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ അത് കുറേ
സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പലതരം കല്ലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് സുവിനീർ ഷോപ്പുകളുള്ള ഒരു ചെറിയ ഇടം തന്നെയാണ് ഇത്. മാർബിളിൽ കൊത്തിവെച്ചിട്ടുള്ള പലതരം ലാസ്റ്റ് സപ്പറുകൾ മാതാവിനെയും പിതാവിനെയും കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ കോർവിരാബിന്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അർമേനിയ ഒരു ക്രിസ്ത്യൻ രാജ്യമാണല്ലോ. അപ്പൊ സെന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ എന്ന് പറയുന്ന ആളാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് അർമേനിയയിലെ ആളുകളെ കൺവേർട്ട് ചെയ്ത ആള്. സെന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ ജയിലിൽ കിടന്ന ഒരു സ്ഥലമാണ് ഇത്. കോർവിരാബ് മൊണാസ്ട്രിയിൽ ഒരു ജയിലുണ്ട്. ആ ജയില് കാണാനാണ് നമ്മളിപ്പോൾ പോണത്. സ്റ്റെപ്പ് കയറി. സത്യം പറഞ്ഞത് ഇത് കോർവിരാബ് മൊണാസ്ട്രി അല്ല, കേർവിരാബ് മൊണാസ്ട്രിയാണ്. കുറേ കയറാനുണ്ട്, പക്ഷേ കയറും തോറും വ്യൂ അടിപൊളിയാട്ടോ താഴത്തോട്ടുള്ളത്. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് ബാക്ക് ഡ്രോപ്പ് കൊടുക്കത്തില്ലേ? നമ്മളിപ്പോൾ അർമേനിയയിലാണ് നിൽക്കുന്നതെങ്കിലും എൻ്റെ ബാക്കിലുള്ളത് എന്താണെന്നറിയോ? തുർക്കിയിലെ മൗണ്ട് അററാത്താണ്. ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് മൊണാസ്ട്രി അല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൊച്ചു കൊച്ച് കുറേ മൊണാസ്ട്രി ഉണ്ട്. നിറയെ തിരക്കാണ്. ഇവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നതും ടൂറിസ്റ്റ് ഇവിടെ വന്ന് കാഴ്ച കാണാൻ വരുന്നതും. ഞാൻ 3 മെഴുകുതിരി വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മെഴുകുതിരി പോലെയല്ല, ഇവിടുത്തെ മെഴുകുതിരികളൊക്കെ വേറൊരു കളറും വേറൊരു മെലിഞ്ഞ ഷേപ്പും ഒക്കെയാണ്. മെഴുകുതിരി കത്തിക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ഒരു ഏരിയ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരുത്തണേ ദൈവമേ. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കീഴെ മണലിലോട്ടാണ് കുത്തി വെക്കുന്നത്. കണ്ടോ? ജയിലിലേക്ക് പോവാം നമ്മൾ. ഈ ജയിൽ കണ്ടാലുണ്ടല്ലോ നമ്മൾ ശരിക്കും നമ്മൾ പേടിക്കുന്നതാണ് കാർത്തിക് നമ്മളോട് പറഞ്ഞത്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പൊ ശരിക്കും ഈ ജയിൽ കണ്ട പേടിക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ. ഇതിലാണോ പോണ്ടത്? അയ്യോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പ്രായമായി ആരോ കേറിപ്പോയത്. ഓ എന്റെ അമ്മേ, ഈ കുഴിയുടെ താഴോട്ടാണ് ഇറങ്ങേണ്ടത്. കർത്താവേ, ഇപ്പൊ ഇവിടെ നിന്ന് കാലെടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ പോയിട്ട് വരാം. അപ്പൊ കാർത്തിക് വരുന്നില്ലേ? അയ്യോ ഇരുട്ടാണല്ലോ താഴെ. ഒരു വലിയ ഗർത്തമാണ്, ഗർത്തം. അയ്യോ, ഈ മുറിക്കകത്തായിരുന്നു പുള്ളി കടന്നു വരുന്ന കേട്ടോ. പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഈ അടച്ച്. തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആൾക്കാർ ഇറങ്ങിയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് മുകളിൽ കയറാൻ. മൊണാസ്ട്രി കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പിലൊരു മൗണ്ടെയിൻ ഉണ്ട്, അവിടെയും കൂടെയും കയറണം. മലയിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഈ മലയുടെ താഴ്വാരത്തുള്ളതേ വീടുകളല്ല കേട്ടോ, സെമിത്തേരിയാ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ എവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? എവിടെ സ്റ്റേ ചെയ്യുന്നത് പറയില്ല. ഹോട്ടല് പോലും ബുക്ക് ചെയ്തിട്ടില്ല. വൈകുന്നേരം 6 മണിയായി. ഇനി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് സർപ്രൈസ്. ഞങ്ങൾ ഇന്ന് എവിടെയാ താമസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വണ്ടിയെ കയറി ഇരുന്നിട്ട് താമസിക്കാനുള്ള സ്ഥലം ബുക്ക് ചെയ്യണം. എങ്ങനെയുണ്ട്? വെറുതെ ഒന്നല്ല, ഒരു പൊള്ളി സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, സർപ്രൈസ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഫ്രം ഗാർണി, അർമേനിയ. കോർവിരാബ്.